ഇനിയെങ്കിലും സമർത്ഥിക്കൂ, നിങ്ങൾ പറഞ്ഞ കളവുകളെന്ന് കൃത്യമായി നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. മഹാനായ രണ്ടാമത്തെ ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ വെറുതെ വിട്ടോ? വിട്ടില്ലല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിലും ഇസ്തസ്ഖിലി ഉമ്മത്തിക എന്ന സംഭവം, മഴയെപ്പൊരാള് നബിന്റെ ഖബറിന്റെ സമീപത്ത് പോയിട്ട് മഴയ്ക്ക് വേണ്ടി തേടി എന്ന രൂപത്തിൽ നിങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും നിങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട്. അതെന്തായിരുന്നു? അന്ന് നിങ്ങളെ കൂട്ടത്തിൽ വരികൾക്കിടയിലൂടെ ഒരു നുണ പറഞ്ഞു പോയിരുന്നു. നമ്മളന്ന് പിടികൂടിയിരുന്നു. എന്തായിരുന്നു ആ നുണ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ പോയി ഞാൻ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം, വെള്ളം വാങ്ങിത്തരണം എന്ന് നബിയോട് പറഞ്ഞു എന്ന സംഗതി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ എന്നൊരു കളവ് നിങ്ങൾ പറഞ്ഞിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് അതാ ഒരാൾ ഖബറിൽ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, ഇസ്തസ്ഖിലി ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെടണേ. ഒരേ അർത്ഥം വെച്ച എന്താ? മഴ വാങ്ങിത്തരണം നബിയേ, മഴ വാങ്ങിത്തരണം നബിയേ. നബിന്റെ ഖബറിൽ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അങ്ങനെ മൂപ്പരതും പറഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞേക്ക് നബി സ്വപ്നത്തില് പ്രത്യക്ഷപ്പെട്ടിട്ട് ആളെ വിട്ട് പറയാൻ പറഞ്ഞു, എന്ത് എന്നോട് പറഞ്ഞേക്ക് ഒക്കെ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയാനും മാത്രല്ല ഉമറിനോട് പറയ് ഭരണമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണം, ഇങ്ങനെ നോയാ പോരാ. അതും തന്നെ മനസ്സിലായി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നീതിപൂർവമുള്ള ഭരണത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ആരോ കെട്ടിയുണ്ടാക്കിയ ഒരു കള്ളക്കഥയായിരിക്കും അത് എന്ന്. മാത്രല്ല അതൊരു സ്വപ്നല്ലേ? അല്ല മൗലവി, സ്വപ്നല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ കണ്ട ആള് വന്നിട്ട് പറഞ്ഞപ്പോ, ഈ അൽമനാർ വായിച്ചിട്ടില്ലേ, ചങ്ങരംകുളത്ത് പോകാറില്ലേ, എന്തേ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കൽ ശിർക്കാന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്നൊന്നുമല്ല ചോദിച്ചത് എന്ന് മുസ്ലിയാർ പറയുന്നുണ്ട്. എന്നാൽ മുസ്ലിയാരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇയാൾ ഇവിടെ വന്നിട്ട് ചെയ്ത കാര്യങ്ങൾ, ഞാനിപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ പോയി എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഞാനിങ്ങനെ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം, വെള്ളം വാങ്ങിത്തരണം എന്ന് നബിയോട് പറഞ്ഞു എന്നൊക്കെ ഉമറിനോട് ഈ വന്ന ആള് പറഞ്ഞു എന്ന് നിങ്ങളുടെ വകയാണ്. നിങ്ങളെ തൊള്ള അതിന്റെ തെളിവ് ഹദീസിൽ നിങ്ങൾ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ അതില്ല. എന്നിട്ട് നിങ്ങൾ കളവ് പറയുന്നത് കേൾപ്പിക്കാം. നിങ്ങൾ പറയുന്ന കളവ് കേട്ടോളൂ. എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ പോയി ഞാൻ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം, വെള്ളം വാങ്ങിത്തരണമെന്ന് നബിയോട് പറഞ്ഞു എന്ന സംഗതി ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞപ്പോ നുണയാണാ പറഞ്ഞത്. ഉമർ ഖത്താബിനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ വന്നാള് ഞാൻ ഇപ്പൊ നബിന്റെ ഖബറിൽ പോയി എന്നിട്ട് മഴ കിട്ടാൻ വേണ്ടി വെള്ളം വാങ്ങിത്തരണം എന്ന് നബിയോട് പറഞ്ഞു എന്ന് ഉമറിനോട് പറഞ്ഞു. എവിടെയാ മുസ്ലിയാരെ നിങ്ങൾ വായിച്ചതില്ല ആ വാചകം? അറബി വായിച്ച അർത്ഥം പറയും. അറബി വായിച്ചിട്ട് ഇതാ എന്ത്, ഞാനിങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ പോയി ഞാൻ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം, വെള്ളം വാങ്ങിത്തരണം എന്ന് നബിയോട് പറഞ്ഞു എന്ന് ഉമറിനോട് ഈ ആള് വന്നു പറഞ്ഞു. ഈ റജുലാരാണ് അറിഞ്ഞൂടാ. ഈ വന്ന റജുലീനി ആരോ ആകട്ടെ, ആ വന്ന റജുലാരാണെന്ന് അറിയണ്ടേ, എങ്കിലല്ലേ അയാൾ പറഞ്ഞത് സ്വീകരിക്കാനൊക്കോ. നുണയനാണോ സത്യസന്ധനാണോ ആ നിലക്കൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതൊക്കെ നിർത്തിവെച്ചാൽ തന്നെ ഈ വന്നുകൊണ്ട് ഇയാള് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്നത് നിങ്ങൾ ആശയത്തിൽ കടത്തിക്കൂട്ടിയതല്ലേ? അത് ശരിയല്ല കേട്ടോ. ആ കളവ് നമ്മളന്ന് പിടികൂടിയിരുന്നു. നിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചില്ലാത്തത് പറഞ്ഞതാണ് എന്ന് വസ്തുനിഷ്ഠമായി നമ്മുടെ കഴിഞ്ഞ സീഡിയിൽ പറഞ്ഞിട്ടും അതാ പ്രസംഗത്തിൽ പറഞ്ഞിട്ടും ഒന്ന് തൊള്ള തുറക്കൂ പേരോടെ. നിങ്ങൾ എന്തേ മിണ്ടാതെ പോകുന്നത്? മറുപടി പറയൂ. ഇനി നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മാത്രമാണോ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മാത്രമാണോ, സർവ്വ സഹാബത്തിന്റെ പേരിലും നിങ്ങൾ ഒന്നാകെ കള്ളം പറഞ്ഞത് കഴിഞ്ഞ പ്രസംഗത്തിൽ നാം പിടികൂടിയിട്ട് മറുപടി തന്നല്ലോ. മിണ്ടാത്തതെന്താണ്? കഴിഞ്ഞ പ്രസംഗത്തിൽ സർവ്വ സഹാബത്തിന്റെ പേരിലും നിങ്ങൾ പറഞ്ഞ നുണയൊന്ന് കേട്ടോളൂ. സർവ്വ സഹാബത്തും റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയില്ലേ? അത് സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ലേ? സർവ്വ സഹാബത്തും റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയില്ലേ? അത് സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ലേ? കണ്ടോ?
സുന്നത്ത് ജമാഅത്തിന്റെ നടപടി എന്താണാ പറഞ്ഞ്? സർവ സ്വഹാബത്തും റസൂലുള്ളാനെ വിളിച്ച് തേടിയില്ലേ, അത് സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ലേ? പച്ചക്കള്ളം നിങ്ങൾ അന്ന് പറഞ്ഞതല്ലേ? കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മൾ ഈ ക്ലിപ്പിട്ട് തന്നെ ചോദിച്ചതാണ്. സർവ സഹാബത്തും റസൂലുള്ളാനെ വിളിച്ച് തേടിയില്ലേ, അത് സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ലേ? സർവ സഹാബത്തും റസൂലുള്ളാനെ വിളിച്ച് തേടിയില്ലേ, അത് സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ലേ? അല്ല അല്ല, അത് നിങ്ങളുടെ സമ്പത്ത് ജമാഅത്തിന്റെ നടപടിയാണ് കേട്ടോ, സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ല. സ്വഹാബത്ത് സർവ സ്വഹാബത്തും റസൂലുള്ളാനെ വിളിച്ച് തേടിയില്ലേ എന്ന പച്ചക്കള്ളം മുഖേന സർവ സ്വഹാബിമാരുടെയും പേരിൽ നിങ്ങൾ കളവ് ആരോപിച്ചിരിക്കുന്നു. പടച്ച റബ്ബിനെ ഭയപ്പെടണേ എന്ന് മാത്രമേ പരലോക കോടതിയെ ഭയമുണ്ടെങ്കിൽ പറയാനുള്ളൂ. എന്നിട്ടന്ന് ചോദിച്ചു, പറയൂ നിങ്ങൾ പറഞ്ഞ രൂപത്തിലുള്ളതിന് തെളിവെന്ന്. മിണ്ടുന്നില്ലല്ലോ. ഇനിയും ചോദിക്കുന്നു, സർവ സഹാബത്തും റസൂലുള്ളാനെ വിളിച്ച് തേടിയില്ലേ, അത് സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ലേ എന്ന കള്ളത്തരത്തിന് തെളിവ് പറയൂ, പ്രമാണമുദ്ധരിക്കൂ. അതല്ലാതെ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇനി തീർന്നില്ല. സർവ സ്വഹാബത്തിന്റെ പേരിൽ മാത്രമാണോ? സർവ ഇമാമിങ്ങളുടെ പേരിലും നിങ്ങൾ കള്ളം പറഞ്ഞില്ലേ? ഇയാൾ പറയുമ്പോ ഒരാളെ പേരിലൊന്നുമല്ല പറയാ, രണ്ടാളെ പേരിലോ മൂന്നാളെ പേരിലോ 10 ആളെ പേരിലോ അല്ല പറയാ. പറയുമ്പോ മൂപ്പരിക്ക് പരിചയമുള്ള വേർഡ് സർവ സഹാബത്തും എന്നതുപോലെ ഇനി അതാ ഇമാമിങ്ങളെ കുറിച്ചും കള്ളം പറയുകയാണ്. കേട്ടോളൂ ആ കളവും. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമിങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചവരും അല്ലാഹുവിന്റെ റസൂലിനോട് തേടിയവരും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കിയവരും മാത്രമാണ്. കിട്ടില്ലേ? എത്ര ശുദ്ധമായ കളവാ പൊട്ടിച്ചത്. കരയുദ്ധക്കാരന്റെ ആയുധത്തിന്റെ കോലമായി പറയുന്നത്. വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് ഇപ്പൊ യുദ്ധത്തിനൊരുങ്ങിയപ്പോ കിട്ടിയ ആയുധത്തിൻ്റെതാ പറയുന്നത്. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഇമാമിയങ്ങളും അവസാനം ഒരു മാത്രമാണ്. ആരും ഒഴിവില്ല, ആരും ഒഴിവാകാൻ പാടില്ല. എല്ലാവരും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചവരും റസൂലുള്ളാഹിനോട് തേടിയവരും ഇടയാളരാക്കുകയും ചെയ്തവർ മാത്രമാണ്. പറ സ്വഹാബത്തിനെ മുഴുവൻ എണ്ണ്. സ്വഹാബത്ത് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് സഹായം ചോദിച്ചത് പറയൂ. പറയുമ്പോ നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് പോരാ, അപ്പുറത്തെ ഉസ്താദ് പറഞ്ഞത് പോരാ. നിങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അൽ-ഇസ്നാദു മിനദ്ദീൻ. സനദുദ്ധരിച്ചു പറയണം. റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട് അവിടുന്ന് ഇങ്ങോട്ട് ആരാണ് കേട്ടത്, അവിടുന്ന് ഇങ്ങോട്ട് ആരാണ് കേട്ടത് എന്ന് കണ്ണിമുറിയാത്ത നിലക്കുള്ള പരമ്പരയിലൂടെ നിങ്ങൾ സ്വഹാബത്തിന് ചെയ്തതാദ്യം തെളിയിക്കൂ. കാരണം സർവ്വ സ്വഹാബത്തും ഇമാമിങ്ങളല്ലേ. ഇമാം ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ധാരാളം സഹാബിമാരില്ലേ, ഓരോ സഹാബത്തിനെയും ഉദ്ധരിച്ചുകൊണ്ട് പറയോ, അവരല്ലാന്റെ റസൂലിനെ വിളിച്ച് തേടിയത്, സഹായം തേടിയത് പറയോ. അബൂ ഹനീഫ ഇമാം സഹായം തേടിയത് പറയോ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് സഹായം തേടിയത് പറയോ. ശഫീ ഇമാം അല്ലാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചത് പറയൂ. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അല്ലാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് പറയൂ. ഇമാമിങ്ങളുടെ പേരിൽ കള്ളം പറയുമ്പോ ഓർക്കണ്ടേ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ ഒന്ന് പറയണം, ഇതാ ശഫീ ഇമാം അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചത് പിടിച്ചോ, അബൂ ഹനീഫ ഇമാം റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് പിടിച്ചോ, അതുപോലെ തന്നെ മാലിക് ഇമാം അല്ലാഹുവിന്റെ റസൂലിനോട് വിളിച്ച് സഹായം തേടിയത് പിടിച്ചോ. മൗലവി അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് പിടിച്ചോ. മൗലവി വെറുതെ നിങ്ങളുടെ ബടായി പോരാ, നിങ്ങളുടെ തൊള്ള പോരാ ദീനിൽ തെളിവ്. അൽ-ഇസ്നാദു മിനദ്ദീൻ ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാ. സനദില്ലെങ്കിൽ നിങ്ങളുടെ തോന്നിവാസം ഇവിടെ വേണ്ട, ഉണ്ടെങ്കിലൊന്ന് പറയൂ. പറയാൻ സാധിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ പ്രസംഗത്തിലും അതിന് മറുപടി കിട്ടിയിട്ടില്ല. ഇനിയും ആവശ്യപ്പെടുന്നു, പറയണേ മറുപടി. തീർന്നില്ലല്ലോ. ഇനി ഏതാ